Assalamu alaikum wa rahmatullah. Welcome back to my channel. Let's learn together. Marhaban bikum ya ahibai. കൈഫൽ ഹാൽ? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആലമുൽ അലആബാണല്ലേ പഠിച്ചത്. പലതരം കളികളെ പറ്റി നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഖുറത്തുൽ ഖദം, ക്രിക്കറ്റ്, ഹോക്കി, ഖുറത്തു ത്വാഇറ, ഖുറത്തു സല്ല, പിന്നെയോ രീഷത്തു ത്വാഇറ. അങ്ങനെ ഡിഫറെൻറ്റ് ഗെയിംസിനെ പറ്റിയാണല്ലേ പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ഹെഡിങ് വായിച്ചേ. മൻ ജദ്ദ വജദ. മൻ ജദ്ദ വജദ എന്ന് വെച്ചാൽ എന്താണ്? ആര് പരിശ്രമിച്ചുവോ അവൻ ജയിക്കും, പരിശ്രമിക്കുന്നവൻ വിജയിക്കും. അങ്ങനെയല്ലേ? നമ്മൾ നന്നായി പഠിച്ചാലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും എക്സാമിന് നന്നായി എഴുതാൻ പറ്റുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. പഠിക്കാതെ പോയാൽ നമുക്ക് എക്സാമിന് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? അതേപോലെ എന്തെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്താലല്ലേ നമുക്ക് നന്നായി കളിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആദ്യം ഫസ്റ്റ് ഡേ പോയി ഗ്രൗണ്ടിൽ നിന്നാൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ? പരിശ്രമിച്ചെങ്കിൽ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. ആ വിജയത്തിന് എന്തും കൂടെയുണ്ട്? നല്ല മാധുര്യം കൂടെ ഉണ്ടല്ലേ? അങ്ങനെ വിജയിക്കുന്നതിന് ഈസി ആയിട്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലൊരു കഥയാണിവിടെ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ വായിച്ചേ. كان في قرية ولد يحب كرة القدم وكان يلعب مع أصدقائه في مدينة روزاريو. أصابه مرض في سنه الثامن ولكن ما ترك اللعب وبجهده صار لاعبا ممتازا في العالم. قاد فريق الأرجنتين في كأس العالم لكرة القدم بقطر وفازوا بكأس العالم. هل تعرفون من هو؟ ഹുവ ആരാണെന്നുള്ളത് നമുക്ക് അവസാനം നോക്കാം. ഇത് ഒരാളെ പറ്റിയുള്ള കഥയാണ്. ചിത്രം നോക്കിയിട്ട് പറഞ്ഞേ ആരെ പറ്റിയുള്ള കഥയാണെന്ന്. ഒരു ഫുട്ബോൾ പ്ലെയറിനെ പറ്റിയുള്ള കഥയാണ്. നിങ്ങളെ മനസ്സിലുള്ള ഗസ്സൊക്കെ നിങ്ങളവിടെ വെക്കുക. നമുക്ക് നോക്കാം അവസാനം ഇത് ആരിലേക്കാണ് എത്തുന്നതെന്ന്. എങ്കിൽ വായിച്ചു നോക്കിയാലോ. كان في قرية ولد يحب كرة القدم. كان في قرية ഒരു ഗ്രാമത്തിൽ ഒരാളുണ്ടായിരുന്നു. ആരാണ്? വലതുൻ, ഒരു കുട്ടി ഉണ്ടായിരുന്നു. എവിടെ? ഗ്രാമത്തിൽ. യുഹിബ്ബു ഖുറത്തൽ ഖദമി. അവൻ എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? യുഹിബ്ബു ഖുറത്തൽ ഖദമി, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ഗ്രാമത്തിലുണ്ടായിരുന്നു. വകാന യലഅബു മഅ അസ്തിഖാഇഹി. അവൻ എന്താണ് ചെയ്യാറ്? വകാന യലഅബു, അവൻ കളിക്കുമായിരുന്നു. മഅ അസ്തിഖാഇഹി, നമ്മൾ ആരോടൊപ്പമാണ് കളിക്കാറ്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണല്ലേ. അവൻ അവൻ്റെ കൂട്ടുകാരോടൊത്ത് കളിക്കുമായിരുന്നു. ഫി മദീനത്തി റൊസാരിയോ. റൊസാരിയോ എന്ന പട്ടണത്തിലാണ് അവൻ കളിച്ചുകൊണ്ടിരുന്നത്. മദീന എന്ന് വെച്ചാൽ പട്ടണം അല്ലെങ്കിൽ സിറ്റി. അസ്വാബഹു മറലുൻ ഫി സിന്നിഹി അസാമിൻ. അസ്വാബഹു, അവനെ ബാധിച്ചു. മറലുൻ, ഒരസുഖം. മറലുൻ എന്ന് വെച്ചാൽ അസുഖം. അസ്വാബഹു മറലുൻ, അവന് അസുഖം ബാധിച്ചു. ഫി സിന്നിഹി അസാമിൻ, അവൻ്റെ 8ാമത്തെ വയസ്സിൽ അവന് അസുഖം ബാധിച്ചു. വലാകിന്ന മാ തറക്കൽ ലഅബ്, പക്ഷേ അങ്ങനെ അസുഖബാധിതനായെങ്കിലും അവനൊരിക്കലും അവൻ്റെ കളിയെ കൈവിട്ടില്ല. മാ തറക്കൽ ലഅബ്, ഒരിക്കലും കളി ഒഴിവാക്കിയിട്ടില്ല, കളി ഉപേക്ഷിച്ചില്ല. വബിജുഹദിഹി, അവൻ്റെ പരിശ്രമത്താൽ സ്വാറ ലാഇബൻ മുംതാസൻ, അവനൊരു വലിയ പ്ലെയറായി തീർന്നു, നല്ല എക്സലൻറ്റ് പ്ലെയറായി തീർന്നു. ഫിൽ ആലമി, ലോകത്തിൽ വച്ച് തന്നെ ഏറ്റവും നല്ല പ്ലെയേഴ്സിൽ ഒരാളായി അദ്ദേഹം മാറി. ഖാദ ഫരീഖൽ അർജന്റീന. ഖാദ, അവൻ നയിച്ചു. ഫരീഖൽ അർജന്റീന, അർജന്റീന ടീമിനെ നയിച്ചു. ഫി കഅസിൽ ആലം, വേൾഡ് കപ്പിലേക്ക് നയിച്ചു. അവൻ്റെ ടീമിനെ ലീഡ് ചെയ്തത് ആരാണ്? അവൻ്റെ ടീമിനെ നയിച്ചു. ഖത്തർ വേൾഡ് കപ്പിലെ അർജന്റീന ടീമിനെ നയിച്ച താരമാണ്. വഫാസു ബി കഅസിൽ ആലമി. വഫാസു, അങ്ങനെ അവർ വിജയിച്ചു. ബി കഅസിൽ ആലമി, വേൾഡ് കപ്പിൽ അവർ ജയിച്ചു. ഖത്തർ വേൾഡ് കപ്പിൽ ജയിച്ച ഒരു പ്ലെയറിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ആരാണത്? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലേ ആരാണത്? നമുക്ക് നോക്കാം. ഹൽ തഅരിഫൂന മൻ ഹുവ? ഹൽ തഅരിഫൂന,
നിങ്ങൾക്കറിയാമോ മൻ ഹുവ, അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. അർജന്റീന ടീമിലെ അത്ര ബെസ്റ്റ് പ്ലെയർ ആരാണ്? ഖത്തർ വേൾഡ് കപ്പിൽ വിജയിച്ചവ? വെരി ഗുഡ്, ലയണൽ മെസ്സി. ലയണൽ മെസ്സി ആണല്ലേ? എല്ലാവർക്കും അറിയാം ലയണൽ മെസ്സി ആണെന്ന്. നമ്മൾ അർജന്റീന എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ലയണൽ മെസ്സിയുടെ കഥയാണ്. അദ്ദേഹത്തിന് 8-ാം വയസ്സിൽ ഒരു അസുഖം ബാധിച്ചു. എന്നിട്ടും കളിയൊന്നും ഉപേക്ഷിക്കാതെ അദ്ദേഹം നന്നായി പരിശ്രമിച്ച് ഇന്ന് ലോകത്തിൽ തന്നെ നമ്പർ 1 പ്ലെയേഴ്സിൽ ഒരാളാണ്. വളരെ നല്ലൊരു സ്റ്റോറിയാണല്ലേ. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നതാണ്. നമ്മളും അതുപോലെ ആകണം. ഒന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കാതെ നന്നായി പരിശ്രമിച്ചെല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കണം. മൻ എന്ന് വെച്ചാൽ എന്താണ്? ആര്? മൻ അൻത, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. മൻ അൻത, നീ ആരാണ്? മൻ അൻത എന്ന് നമ്മൾ ആരോടാ ചോദിക്കാറ്? ബോയ്സിനോടാണല്ലേ. മൻ അൻതി, ഗേൾസിനോടാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? മൻ അൻതി, ഹു ആർ യു, നീ ആരാണ്? മൻ ഹുവ, അങ്ങനെ ചോദിച്ചാൽ എന്താണ്? മൻ ഹുവ, അവൻ ആരാണ്? ഹൽ തഅരിഫൂന, ഡു യു നോ? ഹൽ തദ്റുസൂന, നിങ്ങൾ പഠിച്ചോ? അങ്ങനെ നമ്മൾ ഹൽ വെച്ച് ചോദിച്ചാൽ ഉണ്ടോ, ആണോ എന്നൊക്കെയാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചേ. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. നുൽസിഖു സൂറത്തൽ ലാഇബി അൽ മുഫദ്ദിലി ഇൻദക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറിൻ്റെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കാനാണ്. നുൽസിഖു, നമുക്ക് ഒട്ടിക്കാം. സൂറത്തൽ ലാഇബി, ഒരു പ്ലെയറിൻ്റെ പിക്ചർ. അൽ മുഫദ്ദിലി ഇൻദക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറുടെ ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടിക്കണം. അപ്പോൾ ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് എല്ലാവരും പ്രിൻ്റ് എടുത്ത് ഒട്ടിക്കണേ. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. നുറത്തിബുൽ ഖിസ്സ വനക്തുബു, ഈ കഥ ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ്. ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. ലഅബ മഅ അസ്തിഖാഇഹി ഫിൽ മൈദാൻ, ഗ്രൗണ്ടിൽ അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചു. കാന ഫീ ഖറിയത്തിൻ വലദുൻ ഫഖീറുൻ ഇസ്മുഹു ദാനിഷ്, ഗ്രാമത്തിൽ ദാനിഷ് എന്നൊരു പാവപ്പെട്ട കുട്ടി ഉണ്ടായിരുന്നു. സ്വാറ ലാഇബൻ മഅറൂഫൻ, അവൻ അറിയപ്പെടുന്ന ഒരു കളിക്കാരനായി മാറി. യുഹിബ്ബു ദാനിഷ് ക്രിക്കറ്റ് മുൻദു സഗരിഹി, ദാനിഷ് വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അസ്വാബഹു മറലുൻ, അവൻ അസുഖം ബാധിച്ചു. ലാക്കിൻ ലം യത്റുക് മഹബ്ബതഹു ഫി ക്രിക്കറ്റ്, എന്നിരുന്നാലും അവന് ക്രിക്കറ്റിനോടുള്ള അവൻ്റെ താല്പര്യം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് ഈ കഥ ഒന്ന് ഓർഡറാക്കി നോക്കിയാലോ. എങ്കിൽ എല്ലാവരും ഈ ഓർഡറിലൊന്ന് കഥ മാറ്റി എഴുതിക്കേ. ഒന്നാമത്തേത് എന്താണ്? കാന ഫീ ഖറിയത്തിൻ വലദുൻ ഫഖീറുൻ ഇസ്മുഹു ദാനിഷ്, ഗ്രാമത്തിൽ ദാനിഷ് എന്ന പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെയോ യുഹിബ്ബു ദാനിഷ് ക്രിക്കറ്റ് മുൻദു സഗരിഹി, ചെറുപ്പം മുതലേ ദാനിഷ് ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. മൂന്നാമത്തേതോ ലഅബ മഅ അസ്തിഖാഇഹി ഫിൽ മൈദാൻ, അവൻ അവൻ്റെ കൂട്ടുകാരോടൊത്ത് ഗ്രൗണ്ടിൽ കളിക്കാറുണ്ടായിരുന്നു. നാലാമത്തേത് അസ്വാബഹു മറലുൻ ലാക്കിൻ ലം യത്റുക് മഹബ്ബതഹു ഫി ക്രിക്കറ്റ്, അസ്വാബഹു മറലുൻ, അവന് അസുഖം ബാധിച്ചു. ലാക്കിൻ ലം യത്റുക് മഹബ്ബതഹു ഫി ക്രിക്കറ്റ്, അങ്ങനെ അസുഖമൊക്കെ ബാധിച്ചെങ്കിലും അവൻ ഒരിക്കലും ക്രിക്കറ്റിനോടുള്ള അവൻ്റെ ഇഷ്ടം ഉപേക്ഷിച്ചില്ല. പിന്നെ അവസാനം എന്തായി? സ്വാറ ലാഇബൻ മഅറൂഫൻ, അങ്ങനെ അവൻ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറായി മാറി. ഇനി ഈ ഓർഡറിൽ എല്ലാവരും ഈ കഥ ഒന്ന് താഴേക്ക് എടുത്ത് മാറ്റി എഴുതിക്കേ. ഇനി അടുത്തത് നോക്കിക്കേ. നഖ്റഉ വനക്തുബു ബിൽ ഖത്തിൽ ജമീൽ, നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം. നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ എല്ലാവർക്കും എഴുതി നോക്കാം. മൻ ജദ്ദ വജദ, പരിശ്രമിക്കുന്നവൻ വിജയിക്കും. ജുഹദത്തുൻ കബീർ, ജുഹദഹു കബീർ, അവൻ്റെ വലിയ പരിശ്രമം. ഈ 2 വാക്യങ്ങൾ എല്ലാവരും ഒന്ന് എഴുതി പഠിച്ചേ. എഴുതി പഠിക്കുന്നതോടൊപ്പം ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും കൂടെ ചേർക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സഹായിക്കും. ഇനി ഈ മോഴ്ജമൊക്കെ എല്ലാവരും ഒന്ന് വായിച്ച് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കേ. ഇതോടുകൂടി നമ്മുടെ 4th യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഭാഗവുമായി കാണാം. അടുത്ത ഭാഗം അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.